റവ കൊണ്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഏത് തന്നെ ആയാലും ഈ ഒരു നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റവയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലപോലെ തന്നെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെയും കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു നെയ്യിൽ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് നേരമൊക്കെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിൻ്റെ ഭാഗത്തിന് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ശർക്കര പാനിയാക്കിയിട്ടല്ല, ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ല നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ടാണ് ചേർക്കേണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര ചേർത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഇതുപോലെ കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായി ഈ ഒരു പാകത്തിനായി കിട്ടും. ഈ ഒരു പാകാവുന്നത് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്താലും മതി. ഞാനിവിടെ 2 കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. റവ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ റവ നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു കൂട്ടിൻ്റെ പാകത്തിലായി വരും. നമ്മൾ സാധാരണ ചപ്പാത്തി കൂട്ടൊക്കെ കുഴച്ചെടുക്കണ പോലെ ആ ഒരു പാകത്തിനായിട്ട് വരും. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക. കയ്യിൽ ഒരുപാട് പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലൊരല്പം നെയ്യാക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും സഹായിക്കും. ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കര തേങ്ങ കൂട്ടും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഏത് പലകയിലാണോ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പലക ഒന്ന് നെയ്യ് തടവി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോലും നെയ്യ് തടവി എടുത്തോളൂ. ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പരത്തിയെടുക്കണ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ആ ഒരു സമയത്ത് വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരുപാട് കനം കുറച്ചല്ല, കനം ഞാനിവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് പരത്തിയിട്ടുണ്ട്. എഡ്ജസ് കുറച്ച് വിട്ടിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരരികിൽ നിന്നും നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തോളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ താഴെ നെയ്യ് തടവിയത് കൊണ്ട് ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. എഡ്ജസും അതുപോലെ തന്നെ ആ ഒരു ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. സീൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഒരു റവയുടെ കൂട്ട് 2 പോർഷനാക്കിയിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കിക്കോളൂ. അഥവാ പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിനെ ചൂടാറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് അത് ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിതമായിട്ടുള്ളൊരു മധുരം മാത്രമേ ഈ ഒരു പലഹാരത്തിന് കാണുള്ളൂ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.